ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും കേട്ടിട്ടുള്ള ടേംസ് ആയിരിക്കും ഈ ഏഷ്യൻ സെഷൻസ്, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ എന്നുള്ള പേരുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ഫോറക്സ് മാർക്കറ്റിന്റെ ഒരു മാർക്കറ്റ് ടൈമിങ്സ് ആണ്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ട്രേഡിംഗ് സെഷൻസ് എന്ന് നമുക്ക് ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതായത് നമുക്കറിയാം ഫോറക്സ് മാർക്കറ്റ് 24/5 ആണ്. അതായത് 24 മണിക്കൂറും 5 ദിവസം ഉണ്ടാവും. 5 ദിവസത്തിൽ 24 മണിക്കൂറും ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്. എല്ലാ രാജ്യത്തെയും എല്ലാ രാജ്യക്കാർക്കും പങ്കെടുക്കാം. അപ്പോൾ നമുക്കറിയാം ഓരോ കോണ്ടിനെൻസിനും അല്ലെങ്കിൽ ഓരോ കൺട്രിക്കും ഓരോ മാർക്കറ്റ് ടൈമിംഗ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ടൈമിംഗ് എന്നോ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ടൈം 9 മണി തൊട്ട് 3 മണി, 3:30, 4 മണി വരെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സ് ഓപ്പൺ ആവുന്നതിന് ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഇത് പ്രധാനമായും 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൈമിങ്ങിൽ മാർക്കറ്റിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഫോറക്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായും നമുക്ക് 3 സെഷൻസ് ആണ് ഉള്ളത്. സെഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്ത് ഒരു രാജ്യത്തിന്റെ മാർക്കറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും. മേജർ ആയിട്ട് നമുക്ക് ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ, ഇത് മൂന്നുമാണ് നമുക്ക് മേജർ ആയിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് സെഷൻസ് എന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. 24 മണിക്കൂറുള്ള നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ ഓപ്പൺ ആവുന്ന പല സമയത്ത് പല സ്ഥലത്ത് ഓപ്പൺ ആവുന്ന പല രാജ്യത്ത് ഓപ്പൺ ആവുന്ന മാർക്കറ്റ്സ് ആണ് ഈ സെഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ 3 മേജർ ആയിട്ട് പറഞ്ഞത്. മെയിൻലി 4 കോമൺലി പറയാറ് ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക്, സിഡ്നി. ഇതിൽ സിഡ്നി നമുക്ക് അവോയ്ഡ് ചെയ്യാം. അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു മാർക്കറ്റ് ആണ് അത്. നമ്മൾ മേജർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ. ഈ ഏഷ്യൻ സെഷനെ ടോക്കിയോ സെഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതനുസരിച്ച് ഇവിടെ ഈ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ലിക്വിഡിറ്റി മാറാറുണ്ട്, വോളറ്റൈലിറ്റിയിൽ മാറ്റം വരാറുണ്ട്, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസിലും നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുന്നതിലും മാറ്റം ഉണ്ടാവാറുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുന്നത്, എപ്പോഴൊക്കെയാണ് ഇതിന് മാർക്കറ്റ് ടൈമിംഗ് എന്ന് ഞാൻ ഒരു വെബ്സൈറ്റിന്റെ ഹെൽപ്പോടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ ബേബി പിപ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട്. ബേബി പിപ്സ് എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. നിങ്ങൾക്കും അത് യൂസ് ചെയ്യാം, കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ആക്ച്വലി. ബേബി പിപ്സിന്റെ വെബ്സൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫോറക്സ് മാർക്കറ്റിംഗ് ടൈമിംഗ് സോൺ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ സിഡ്നി സെഷൻ, ടോക്കിയോ സെഷൻ, ലണ്ടൻ സെഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ന്യൂയോർക്ക് സെഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ടൈമിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ എത്ര മണിക്ക് ഓപ്പൺ ആവും നോക്കാം. ഇപ്പോൾ സിഡ്നി സെഷൻ ഓപ്പൺ ആവുന്നത് 2:30 മണിക്ക്, വെളുപ്പിന് 2:30 ഇന്ത്യൻ ടൈമിലാണ് ഓപ്പൺ ആവുന്നത്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ക്ലോസ് ആവുന്നത് 11:30 രാവിലെ 11:30ക്കാണ്. ടോക്കിയോ സെഷൻ ഓപ്പൺ ആവുന്നത് 5:30 രാവിലെ 5:30ക്കും ക്ലോസ് ആവുന്നത് 2:30ക്കുമാണ്, ഉച്ചയ്ക്ക് 2:30ക്കുമാണ്. ലണ്ടൻ സെഷൻ ഓപ്പൺ ആവുന്നത് ഉച്ചക്ക് 12:30ക്കും ക്ലോസ് ആവുന്നത് രാത്രി 9:30ക്കുമാണ്. ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആവുന്നത് നമുക്ക് വെളുപ്പിന് 2:30ക്കും വെളുപ്പിന് 2:30ക്ക് ക്ലോസ് ആവും. ഓപ്പൺ ആവുന്നത് 5:30, അതായത് 5:30, വൈകിട്ട് 5:30ക്കാണ് ഓപ്പൺ ആവുന്നത്. ഈ സെഷൻസിന്റെ എപ്പോഴൊക്കെയാണ് ഓപ്പൺ ആവുന്നത്, എപ്പോഴൊക്കെ ക്ലോസ് ആവുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഇമ്പാക്ട് നമുക്ക് നോക്കാം. ഇതിൽ മെയിൻലി ലിക്വിഡിറ്റി ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവാറ്. അതും താഴെ കൊടുത്തിട്ടുണ്ട്. ഇവര് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവര് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ റെഡ് സോൺ ഐഡന്റിഫൈ ചെയ്യാൻ എന്താന്ന് വെച്ചാൽ ഭയങ്കര ലിക്വിഡിറ്റി കുറവാണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ലിക്വിഡിറ്റി കുറവുള്ളത് നമുക്ക് ഏത് സെഷൻസിലാണെന്ന് നോക്കാം. സിഡ്നി സെഷനിൽ ലിക്വിഡിറ്റി കുറവാണ്, ടോക്കിയോ സെഷനിൽ ലിക്വിഡിറ്റി കുറവാണ്. ലിക്വിഡിറ്റി അത്യാവശ്യം മെയിൻലി കൂടി വരുന്നത് ലണ്ടൻ സെഷന്റെ ഓപ്പണിങ്ങിലാണ്. പിന്നീട് ലണ്ടൻ സെഷൻ ഓപ്പൺ ആയിരിക്കുമ്പോൾ തന്നെ ന്യൂയോർക്ക് സെഷനും ഓപ്പൺ ആവുന്നത് നമുക്ക് കാണാം. ആ ടൈമിംഗ് ആണ് 5:30, വൈകിട്ട് 5:30 തൊട്ട് 9:30 വരെ, രാത്രി 9 വരെ മാർക്കറ്റില് ലണ്ടൻ സെഷനും ന്യൂയോർക്ക് സെഷനും ഉണ്ടാവും. ആ സമയത്ത് എന്താ നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ 2 മാർക്കറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ബിഗ് പ്ലെയേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും, ലിക്വിഡിറ്റിയും ഭയങ്കര ഹൈ ആയിരിക്കും. ലിക്വിഡിറ്റി ഹൈ ആണെന്ന് പറയുമ്പോൾ കൂടുതൽ ട്രേഡ്സ് എക്സിക്യൂട്ട് ആവാനും ട്രെൻഡ്സിന്റെ ഒരു മൊമെന്റം നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പൊതുവെ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ സെഷനിൽ, അതായത് ടോക്കിയോ സെഷനിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ, ഈ സമയത്തൊക്കെ നമുക്ക് ഒരു ട്രെൻഡിങ് മാർക്കറ്റും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഇതാണ് ഫോറക്സും മാർക്കറ്റ് സെഷൻസും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാനാണെങ്കിൽ, ഞാൻ ഇതെങ്ങനെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ടാബിൽ പോയിട്ട് സെഷൻസ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇത് കാണാം, സെഷൻസ് അൽഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഏതൊക്കെ മാർക്കറ്റ് ഓപ്പണിംഗ് ആണ്, അപ്പോഴൊക്കെ എന്തൊക്കെ മൂവ്മെന്റാണ് നടക്കുന്നതെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെ കൂടുതൽ മാർക്കറ്റിൽ ടൈമിംഗ് ഐഡന്റിഫൈ ചെയ്യാനും അവിടെ നടക്കുന്ന മൂവ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.